പാമ്പുകൾ മാളങ്ങളിൽ നിന്നും കാടുകളിൽ നിന്നും മനുഷ്യൻ വസിക്കുന്ന ഇടത്തേക്ക്, അവൻ്റെ മുറ്റത്തേക്ക്, ഭവനത്തിനുള്ളിലേക്ക് കയറുന്നതിൻ്റെ ഭയാനകമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പാമ്പുകളിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി നമ്മളാലാവോളം എല്ലാവരും ഇപ്പോൾ വളരെ അലേർട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എന്നാൽ അതിലും ഭയാനകമായിട്ടുള്ള ഒരു കാര്യം പറയാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഈ ഭൂമിയുടെ മേൽ, ഈ ഭൂമിയിൽ ഇതുവരെയും പ്രത്യക്ഷപ്പെടാത്ത, ഈ ഭൂമിയിൽ മനുഷ്യർ വസിക്കുന്ന ഇടത്തേക്ക് വരാത്ത അനേക മൃഗങ്ങൾ അവർ ഒരു കൂട്ടമായിട്ട് എത്തുമെന്നും മനുഷ്യരെ കൊന്നെടുക്കുവാൻ തുടങ്ങുമെന്നുമാണ് ആ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു അന്ത്യകാലത്തുള്ള ബന്ധത്തിലുള്ള 4 മുദ്രകളിൽ ഒന്ന് പൊട്ടിക്കുമ്പോഴുള്ള ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. യേശു ക്രിസ്തു മുദ്രകൾ പൊട്ടിക്കുന്ന സമയത്ത് അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള 4 കുതിരപ്പുറത്ത് വരുന്നവർ, 4 ഹോഴ്സ്മെൻ, അവരുടെ പ്രത്യക്ഷത നടക്കുവാനായി പോവുകയാണ്. അവരിൽ 4-ാമത്തവന് വെളിപ്പെടുന്ന സമയത്താണ് കാട്ടിലെ സകല മൃഗങ്ങളും വെളിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ ആക്രമിക്കുവാൻ തുടങ്ങുന്ന ചിത്രം നമ്മൾ കാണുന്നത്. 1-ാമത്തെ കുതിരയെന്ന് പറയുന്നത് വെള്ള നിറത്തിലുള്ള കുതിരയാണ്. ആ വെള്ള നിറത്തിലുള്ള കുതിരമേൽ വരുന്നത് ഒരു വില്ലുകൊണ്ട് മാത്രം വരുന്ന ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നേതാവായിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. 2-ാമത്തെ കുതിരയെന്ന് പറയുന്നത് ചുവപ്പ് നിറത്തിലുള്ള ഒരു കുതിരയാണ്. മനുഷ്യർ പരസ്പരം കൊല്ലുന്നതിനു വേണ്ടിയും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതിനു വേണ്ടിയുള്ള അധികാരമുള്ള ആ കുതിരയുടെ പ്രത്യക്ഷതയാണ് 2-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നടക്കുന്നത്. 3-ാമത്തെ കുതിരയെന്ന് പറയുന്നത് കറുത്ത ഒരു കുതിരയാണ്. ഇത് ക്ഷാമമാണ് കാണിക്കുന്നത്. കയ്യിലൊരു തുലാസുമായി വരുന്ന ഈ കുതിരപ്പുറത്ത് വരുന്ന ഇദ്ദേഹത്തിൻ്റെ വെളിപ്പാടിന് അനന്തരം നടക്കുന്ന കാര്യമെന്ന് പറയുന്നത് കടുത്ത ക്ഷാമമായിരിക്കും. ഇനി 4-ാമത് മറ്റൊരു കുതിര വരികയാണ്. ആ കുതിരയെന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലുള്ള കുതിരയാണ്. പെയിൽ കളറാണ്. അതായത് മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് മനുഷ്യൻ്റെ മുഖത്ത്, ചർമ്മങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ആ നിറത്തോടുകൂടിയ ഒരു കുതിര ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. അത് 4-ാമത്തെ കുതിരയാണെന്ന് നമ്മൾ ആ വേദഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ കുതിരയുടെ പേര് മരണം എന്നുള്ളതാണ്. മരണം എന്നുള്ള പേരുള്ള ആ കുതിരയുടെ മേൽ, ഈ ഭൂമിയുടെ മേൽ വരുന്ന ആ കറുത്ത കുതിരയുടെ മേൽ വരുന്ന ഒരു വ്യക്തി. ആ വേദഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിൻ്റെ മേൽ അധികാരം ലഭിച്ചു. 4-ാമത്തെ കുതിരമേൽ വരുന്ന ആ ഒരു വ്യക്തിയുടെ പ്രത്യക്ഷപ്പെടലോടുകൂടെ ഈ ഭൂമിയിൽ നടക്കുന്ന കാരണം ഇതൊക്കെയാണ്. പാതാളം അവനെ പിന്തുടരും. അവൻ്റെ പേര് മരണമെന്നാണ്. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും അവിടെ ഒരു വലിയ മരണം, കൂട്ടക്കൊല നടക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നു കളവാൻ ഭൂമിയുടെ കാലാംശത്തിൻ്റെ മേൽ അധികാരം ലഭിച്ചു. ഇവിടെ നമ്മൾ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് യുദ്ധവും ക്ഷാമവും ഇൻഫ്ലേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ മാനവജാതിയുടെ മേൽ വാശിയോടുകൂടെയും വീറോടുകൂടെയും പാഞ്ഞെടുക്കുന്ന കാട്ടുമൃഗങ്ങളെ നമ്മളവിടെ കാണുന്നു. കാട്ടുമൃഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് കാട്ടുമൃഗങ്ങൾ മാത്രമല്ല, അതിനകത്ത് പാമ്പുകളുണ്ട്, അതിനകത്ത് ഘോരമേറിയ മത്സ്യങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അതേ ഇതുവരെ മനുഷ്യൻ്റെ കീഴിൽ അമർന്നിരുന്ന സകല പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളുമെല്ലാം മനുഷ്യൻ്റെ മേൽ വന്ന് മനുഷ്യനെ കൊല്ലുന്ന ഒരു ചിത്രമാണ് നമ്മളവിടെ കാണുന്നത്. ഇങ്ങനെ ഒരു കാര്യം സാധ്യമാണോ? അതെ, സാധ്യമാണെന്ന് നമ്മൾ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇടയിൽ ഒരു ചെറിയ ഉഷ്ണം, അല്ലെങ്കിൽ ആ ഉഷ്ണത്തിൻ്റെ കാഠിന്യം നമ്മുടെ മുൻപിൽ വെളിപ്പെട്ട സമയത്ത് മാളങ്ങളിൽ നിന്നും വെളിയിൽ വരുന്ന പാമ്പുകൾ എത്രയോ പേരെ കൊന്നുകൊണ്ടിരിക്കുന്ന കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അതിലേറെ അത് ജനിപ്പിക്കുന്ന ഭീതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാവരും വളരെ പ്രത്യേകിച്ച് അവർ കെയർഫുള്ളായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നു. എപ്പോഴും പാമ്പുകളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മനുഷ്യനിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ അതിൻ്റെ ഒരു ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതുപോലെ പല പ്രാവശ്യം മൃഗങ്ങൾ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്നും വെളിയിൽ വന്ന് മനുഷ്യൻ്റെ വാസകേന്ദ്രങ്ങളിൽ വന്ന് മനുഷ്യനെ ആക്രമിച്ച കഥകൾ പലതും ഇതിന് മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 2022 റോമിൽ നടന്ന കാട്ടുപന്നികളുടെ ഒരു അക്രമത്തെ മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ആ ഒരു സീസണിൽ ഏകദേശം 23,000 കാട്ടുപന്നികളാണ് റോം നഗരത്തിലേക്ക് ഇരച്ചു കയറിയത്. വെളിയിൽ മനുഷ്യന് ഇറങ്ങുവാൻ പേടിയുള്ള ഒരു സന്ദർഭം.
നൈറ്റ് ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് അസ്തമിച്ചു പോയ ഒരു സമയം. ഈ പന്നികൾ ജനങ്ങളെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി, ജനങ്ങളുടെ കൃഷി നശിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങി. അതിലെയും ഇതിലെയും ഓടുന്ന പന്നികൾ അനേക അപകടങ്ങൾ വിളിച്ചു വരുത്തി. അതുമാത്രമല്ല, ഈ പന്നികളിൽ നിന്ന് പടരുന്ന പകർച്ചവ്യാധികൾ മനുഷ്യനിലേക്ക് വ്യാപരിക്കുവാനായിട്ട് തുടങ്ങി. അവസാനം ഇറ്റലി ഒരു തീരുമാനമെടുത്തു. ഈ പന്നികളിൽ ബഹുഭൂരിപക്ഷത്തെയും കൊന്നെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഇതുപോലെ വൈൽഡ് ലൈഫ് മനുഷ്യന്റെ മേൽ എൻകൗണ്ടർ നടത്തിയിട്ടുണ്ട്. ഒരു സീസണിൽ കടൽക്കരയിൽ കുളിക്കുന്നവരെ എപ്പോഴും കൊല്ലുന്ന ഷാർക്കുകൾ, സ്രാവുകളുടെ സാന്നിധ്യം വളരെയധികം കണ്ടുപോന്ന ഒരു സമയമുണ്ടായിരുന്നു. കുരങ്ങുകളും കുറുക്കന്മാരും നായ്ക്കളുമൊക്കെ മനുഷ്യന്റെ അടുത്ത് വാസം ചെയ്യുന്ന മൃഗങ്ങളാണ്. ഇവയൊക്കെയും അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള അവരുടെ വാത്സല്യം നഷ്ടപ്പെട്ട് വളരെയധികം ദേഷ്യഭാവത്തോടുകൂടെ മാനവജാതിയുടെ മേൽ നടന്നെടുക്കുന്നൊരു ചിത്രമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അന്ത്യകാല സംഭവങ്ങളുള്ള ബന്ധത്തിൽ നമ്മൾ കാണുവാനായി പോകുന്നത്. ആനകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്രയോ എണ്ണം വെളിയിൽ വന്ന് അനേകരെ കൊന്നൊടുക്കിയത് നമ്മൾ ഭയാനകമായി കണ്ട വാർത്തകളാണ്. വെട്ടുക്കിളികൾ എത്രയോ പ്രാവശ്യം കൂട്ടമായി ഈ ഭൂമിയിലേക്ക് വന്ന് അനേകരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാമ്പുകളും വെളിയിൽ വരുന്നതിൻ്റെ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അന്ത്യകാല സംഭവങ്ങളല്ല. ഇത് ചൂടുള്ളത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ചൂടൊക്കെ അമങ്ങിക്കഴിയുന്ന സമയത്ത് ഈ പാമ്പുകളൊക്കെയും അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അനുമാനിക്കാം. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നും രണ്ടും പാമ്പുകൾ വെളിയിൽ വരുന്ന കാര്യമല്ല. ഭൂമിയിൽ ഇതുവരെയും വസിക്കുന്ന സകല മൃഗങ്ങളും അവരുടെ കാടുകളിൽ നിന്നും വെളിയിലിറങ്ങി വന്ന് മനുഷ്യനെ കൊല്ലുവാനുള്ള പ്രത്യേക അധികാരം പ്രാപിച്ചവരായി. വെളിയിൽ വന്ന് മനുഷ്യനെ ദുഷിപ്പിക്കുന്ന, മനുഷ്യനെ കൊന്നെടുക്കുന്ന ഒരു കാലയളവ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലുണ്ട്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല പ്രമുഖ രാജ്യങ്ങളും പട്ടണങ്ങളും ഇന്ന് കാടിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാട്ടിൽ നിന്നും സമുദ്രത്തിൽ നിന്നും എന്തിന് ആകാശത്തു നിന്ന് കിളികളുമൊക്കെ വന്ന് അനേക ഫെറോഷ്യസ് ആയിട്ടുള്ള വീര്യമുള്ള പക്ഷികളുമൊക്കെ ഈ ഭൂമിയുടെ മേൽ വരുവാനായി പോവുകയാണ്. ഇതൊക്കെയും സംഭവിക്കുന്നത് മനുഷ്യൻ്റെ അനുസരണക്കേട് കൊണ്ടാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തെ മറുതലിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ പാപത്തിൻ്റെ പരിണതഫലമായിട്ടാണ് ഇതൊക്കെയും ഈ ഭൂമിയിൽ സംഭവിക്കുവാനായി പോകുന്നത്. ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും. അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളുടെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കും. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണിത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ നാം അനുസരിച്ച് ദൈവവചനത്തെ പ്രമാണിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ മൃഗങ്ങളെ നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് അകറ്റി നിർത്തും എന്നുള്ളതും ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദത്തമായി നമ്മൾ കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം: ഞാൻ ദേശത്ത് സമാധാനം തരും, നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും, വാൾ നിങ്ങളുടെ ദേശത്ത് കൂടെ കടക്കുകയില്ല. ദുഷ്ടമൃഗങ്ങളെ നീക്കി നിർത്തുന്നതിനു വേണ്ടിയും സമാധാനത്തോടുകൂടെ ജനം വസിക്കുന്നതിനു വേണ്ടിയുമുള്ള പദ്ധതിയും അതേസമയം ദൈവമക്കൾക്ക് വാഗ്ദത്തമായി നൽകിയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ മൃഗങ്ങൾക്കൊക്കെ ഒരു ഭയമുണ്ട്. മനുഷ്യനെന്ന് പറഞ്ഞാൽ അതെ, ഏതു വലിയ മൃഗമാണെങ്കിലും ആ മൃഗങ്ങൾക്ക് ഭയമുണ്ട്. ആ ഭയത്തിൽ നിന്നാണ് ഇവ പലതും അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ആക്രമിക്കുന്നത് പോലും. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം, ആ ഭയം മാറും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവർക്ക് ഒരു അധികാരം ലഭ്യമാകുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അധികാരം ലഭ്യമായി കഴിഞ്ഞാൽ അവയ്ക്ക് ഭയം നീങ്ങുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്രിയേഷൻ ഓർഡറിൽ ദൈവം മനുഷ്യനാണ് അതിൻ്റെ അധികാരം നൽകിയിട്ടുള്ളത്. മനുഷ്യനാണ് മൃഗങ്ങളുടെ മേൽ വാഴുന്നതിന് വേണ്ടിയുള്ള അധികാരം ലഭ്യമായിരിക്കുന്നത്. എന്നാൽ അന്ത്യകാല സംഭവങ്ങൾ നടക്കുന്നതിനുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ മേൽ മൃഗങ്ങൾക്കുള്ള ഭയം മാറുകയും മനുഷ്യനെ ആക്രമിക്കുന്നതിനു വേണ്ടി ഈ മൃഗങ്ങൾക്ക് വാസന ഉണ്ടാവുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ 4 കുതിരകളിൽ വരുന്നവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 21 മാസമാണ്. ഈ 21 മാസം കൊണ്ട് ഏകദേശം ഈ ഭൂമിയിലെ 4-1 പേർ ചത്തൊടുങ്ങും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത്. ക്ഷാമം കൊണ്ടും യുദ്ധം കൊണ്ടും മറ്റ് പകർച്ചവ്യാധികൾ കൊണ്ടും മൃഗങ്ങളെ കൊണ്ടും ഈ ഭൂമിയിൽ പൊറുതിമുട്ടുന്ന ജനം അനേകരായി ചത്തൊടുങ്ങുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. ഇതൊക്കെയും മനുഷ്യനെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ മനുഷ്യനെ ദൈവം വെറുക്കുന്നത് കൊണ്ടോ അല്ല. മനുഷ്യനെ അധികം ദൈവം സ്നേഹിച്ച് തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ മനുഷ്യർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുകയും യേശു ക്രിസ്തുവിനെ പരിപൂർണമായും തള്ളിക്കളയുകയും
ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ആവർത്തിക്കുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ ആ പശ്ചാത്തലം നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടമാണ്. യേശു ക്രിസ്തു തനിക്കുള്ളവരെ ഈ ഭൂമിയിൽ നിന്ന് നീക്കിയതിനു ശേഷം എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു രാജാവ് ഈ ഭൂമിയുടെ മേൽ ഭരണത്തിനു വേണ്ടി വെളിപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഭൂമി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അതിദാരുണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും ക്ഷാമങ്ങളും ഈ ഭൂമിയുടെ മേൽ ചൊരിയുന്ന ഒരു കാലഘട്ടം, ഭയാനകമായ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് സാധ്യമാകാത്ത ഒരു കാലഘട്ടമാണ്. അവിടേക്ക് നാം ആരും പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ദൈവം തൻ്റെ നിത്യ പദ്ധതിയായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ ഈ ഭൂമിക്ക് സമ്മാനമായി നൽകിയത്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിന് കീഴിൽ വരുന്നതിന് വേണ്ടിയുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ പാപത്തെ മുഴുവനും കഴുകി മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവത്തോട് നിരപ്പിക്കുന്നതിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തെ തൻ്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി യേശു മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കുന്ന സകലർക്കും, ആ യേശു കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകലർക്കും ഈ ന്യായവിധിയിൽ നിന്നും മാറി രക്ഷപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലുള്ള പ്രവേശനമാണ് നമ്മുടെ മുൻപിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒളിഞ്ഞു കിടക്കുന്നത്, അല്ലെങ്കിൽ വെളിവായി വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല. അത് ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും നന്മകൾക്ക് വേണ്ടിയുമുള്ള കാര്യമല്ല. നിത്യരക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു രീതിയിലും മാനവജാതിക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു പാമ്പിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നാം എത്രയും ജാഗരൂകരാണ്. അങ്ങനെയെങ്കിൽ വരുവാൻ പോകുന്ന അനിഷ്ട സംഭവങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിൽ വന്ന് എത്തിച്ചേരുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും നിങ്ങളുടെ നാവ് കൊണ്ട് അതിനെ ഏറ്റുപറയുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്ന സൗജന്യ നീതീകരണം പ്രാപിക്കുകയും ചെയ്തേ മതിയാവുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലെ കുതിരപ്പുറത്ത് വരുന്നവരുടെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഘോരനായ ഒരു രാജാവ് ഈ ഭൂമിയെ ഭരിക്കുവാനായി പോകുന്നു. ആ കാലഘട്ടത്തിൽ എതിർ ക്രിസ്തു ഒരു മുദ്ര മാനവജാതിയുടെ മേൽ നൽകും. ആ മുദ്രയെന്ന് പറയുന്ന നെറ്റിമേലോ കൈമേലോ ഉള്ള ഒരു മുദ്രയായിരിക്കും. ആ മുദ്ര വാങ്ങി ജീവിക്കുന്നവരായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ വിക്ടിംസ് ആകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ പരിപൂർണമായിട്ടുള്ള സ്വന്തം ആഗ്രഹപ്രകാരം ഇച്ഛപ്രകാരം തള്ളിക്കളഞ്ഞവരാണവർ എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിനെ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇത് നമ്മളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ അപ്പുറത്തുള്ള നിത്യമായിട്ടുള്ള രക്ഷയും പ്രത്യാശയും എത്ര വലുതാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞു തരുന്നതിന് വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇവ എഴുതി വെച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതി എന്ന് പറയുന്നത് മാനവജാതിയുടെ നശീകരണമല്ല. ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യനും മൃഗങ്ങളും ഈ ഭൂമിയിലുള്ള സകല ജീവികളും ഒരുപോലെ വെറുപ്പില്ലാതെ ഏദൻ തോട്ടത്തിൽ എന്ന പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായ ഒരു പിക്ചർ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് സകല മൃഗങ്ങളും മനുഷ്യനും ഒരുപോലെ വസിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം ഞാൻ വായിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ നമ്മളുടെ ഈ പാമ്പുകളുടെ ആക്രമണത്തിൻ്റെ സമയത്തൊന്നും നമുക്ക് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണത്. അത് ഞാൻ വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഈ കാലഘട്ടം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ സിംഹാസനം സ്ഥാപിക്കുന്ന കാലഘട്ടമാണ്.
1000 വർഷം എന്ന് പറയുന്ന ആ ഒരു പീരീഡിൽ യേശു കർത്താവ് ഈ ഭൂമിയുടെ മേൽ വാണരുളുന്ന സമയമെന്ന് പറയുന്നത് ഈ ഭൂമിയുടെ സൃഷ്ടിപ്പ് മുതൽ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള സമാധാനം, ഏദൻ തോട്ടത്തിലെ സമാധാനത്തെക്കാൾ അപ്പുറമായിട്ടുള്ള സമാധാനം, മനുഷ്യനും മൃഗങ്ങളുമൊക്കെ ഒരുപോലെ താമസിക്കുന്ന സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഈ ഭൂമിയിൽ നിലവിൽ വരും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രത്യാശയുടെ സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, ഞാൻ നിങ്ങളെ ആഹ്വാനം നൽകുകയാണ്. വരുന്ന മാനവജാതിയുടെ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യനായി പിറന്ന ഒരുവന് അവൻ്റെ സ്വന്തം ശക്തിയോടുകൂടെ ഫേസ് ചെയ്യാൻ പറ്റിയ കാലഘട്ടമല്ല. എന്നാൽ മനുഷ്യൻ വെറുക്കുന്ന, മനുഷ്യന് അതിജീവിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടം വരുന്നുണ്ട്. ആ കാലഘട്ടം എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടമാണ്. 7 വർഷമാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ദൈവത്തിൻ്റെ സ്വന്തം പുത്രന് നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്തേച്ചാൽ മതി. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിക്കാം. ഒരു സഭയുടെ പെർമിഷൻ ആവശ്യമില്ല, ഒരു പാസ്റ്ററുടെ പെർമിഷൻ ആവശ്യമില്ല, ഒരു പ്രീസ്റ്റിൻ്റെയും ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയുടെയും പെർമിഷൻ നമുക്കിതിനാവശ്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പരിപൂർണമായും ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സമയമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആരും അതിനെ വിറ്റ്നസ് ചെയ്യാൻ കാണണമെന്നുമില്ല. നിങ്ങളെ വിറ്റ്നസ് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളെ വാലിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം അതിൻ്റെ നടുവിലുണ്ട്, ആ തീരുമാനത്തിൻ്റെ മേലുണ്ട്. പിതാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പുത്രനായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദൈവികമായ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നിങ്ങളെപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ നിത്യജീവനുമായി ത്രിയേക ദൈവം ഇറങ്ങി വരികയാണ്. ആ പ്രാർത്ഥന ഏകദേശം ഇങ്ങനെയാണ്. എന്നാൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഹൃദയം തകർന്നുകൊണ്ട് നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മാത്രം മതി. സ്വർഗസ്വനായ എൻ്റെ പിതാവേ, അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിൽ എൻ്റെ പാപത്തിനു വേണ്ടി അയച്ചതിന് നന്ദി. ഞാനൊരു പാപിയാണെന്ന് അംഗീകരിക്കുന്നു. അങ്ങയുടെ പുത്രനിലൂടെ ലഭ്യമാകുന്ന നീതീകരണം എനിക്ക് ആവശ്യമാണ്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എൻ്റെ രക്ഷിതാവും കർത്താവുമെന്ന് ഞാൻ എൻ്റെ നാവുകൊണ്ട് ഏറ്റുപറയുന്നു. എൻ്റെ പാപവഴികളിൽ നിന്നെല്ലാം മാറി ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ എൻ്റെ ജീവിതത്തെ ഞാൻ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, വചനത്താൽ എന്നെ നയിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഇതിന് സാമ്യമായ പ്രാർത്ഥന ഹൃദയം തകർന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ഭാവി പരിപൂർണമായും സുരക്ഷിതമായി ദൈവത്തിൻ്റെ പദ്ധതിയിൽ തന്നെയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.